യെസ് ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോ? യെസ് യെസ് സന്യ ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് പറയാം. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ ഓഡിബിൾ ആണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് ഗുഡ് ഈവനിങ്. നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, കേരള എക്കണോമി മാക്സിമം നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അറ്റ്ലീസ്റ്റ് അതൊന്ന് ഓടിച്ചെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ് പ്രോപ്പറായിട്ട് ഓഡിബിൾ അല്ല, എക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയേണ്ട, സെഷനിലേക്ക് കടക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷനിൽ നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് എൻവറോൺമെന്റ് ആൻഡ് എക്കോളജി ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് കവർ ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ നോക്കുന്നത് കുറച്ച് ഇന്ററാക്ഷൻസ് ആണ്. ഓക്കെ, എൻവറോൺമെന്റിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഇന്ററാക്ഷൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ പിന്നെ പൊട്ടൻഷ്യൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതും നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് നമ്മൾ നോക്കി പോകുന്ന ആ ഒരു പാറ്റേൺ കറക്റ്റ് ആണോ, നമ്മൾ എടുക്കുന്ന അനാലിസിസ് അല്ലെങ്കിൽ സ്ട്രാറ്റജി അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്. ഓക്കെ, ഇന്റർനാഷണൽ ആയിട്ട് വരുന്ന എഗ്രിമെന്റ്സ് ഇതും ഈ ഒരു ഏരിയയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്ര ഏരിയ ആണ് പൊട്ടൻഷ്യൽ ആയിട്ട് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കാം. ഓരോ ചോദ്യവും നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൺ ദ ഗോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ലിമിറ്റിംഗ് ഫാക്ടറിനെ കുറിച്ചിട്ടാണ് ചോദ്യം വരുന്നത്. എ ലിമിറ്റിംഗ് ഫാക്ടർ റെഫർ ടു എനി എൻവിറോൺമെന്റൽ കണ്ടീഷൻ that restrict the growth, distribution or abundance of a population. അടുത്തത് the principle of limiting factor was proposed by Justin von Liebig. Okay, Liebig എന്നും പറയാം, Justice von Liebig. അടുത്തത് light, temperature and nutrient availability can act as a limiting factor in ecosystem. Okay, so what is the right answer? Which of the above statement is or are correct? 1 and 2, 1 and 3, 2 and 3, then 1, 2 and 3. Okay, so ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? So what's the right answer? Okay, yes, Prithviraj already gave an answer. What about the others? മറ്റുള്ളവരുടെ ആൻസർ എന്താണ്? ഓക്കെ, യെസ്, ഡി എ ഡിഫറെന്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറയാം. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എക്കോസിസ്റ്റത്തിൽ ഓരോ കമ്പോണൻസിനും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻസിന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിന്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം ഫാക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നമ്മളുടെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യും എന്ന് പറയുന്ന തിയറിയാണ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഇതിനെ മിനിമൽ തിയറി എന്നുള്ള രൂപത്തിലേക്ക് അങ്ങനെ പ്രപ്പോസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. ഇതാണ് ഡെഫിനിഷൻ. എ ലിമിറ്റിംഗ് ഫാക്ടർ റെഫേഴ്സ് ടു എനി എൻവിറോൺമെന്റൽ കണ്ടീഷൻ ദാറ്റ് റെസ്ട്രിക്ട് ദ ഗ്രോത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓർ അബൻഡൻസ് ഓഫ് എ പോപ്പുലേഷൻ. നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ സിവിലൈസേഷൻ എല്ലാം ഉണ്ടായിരുന്നത് നദീതടങ്ങളിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നദീതടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പൊ ആ വെള്ളത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ പോപ്പുലേഷന്റെ അല്ലെങ്കിൽ സിവിലൈസേഷന്റെ ഗ്രോത്ത്, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ, അതിനെല്ലാം ആ നദീതടങ്ങളിലേക്ക് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്തും. ഇപ്പം സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് ചെടികൾ വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അതെന്ന് പറയുന്നത് സൺലൈറ്റിന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ചെടികൾ വളർന്നു വളരുക എന്ന് പറയുന്നത് അവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പം സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗ്രോത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഈ പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് വോൺ ലീബിഗ് തന്നെയാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്.
ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റ്, ടെമ്പറേച്ചർ, ന്യൂട്രിയൻ അവൈലബിലിറ്റി ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ഓക്കെ, ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, ദെൻ അടുത്തത് ഈ ലിമിറ്റിംഗ് ഫാക്ടർ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇതിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു വീപ്പ് എടുക്കാന്ന് വിചാരിക്കും, ഒരു പാത്രം എടുക്കുകയാണ്. അപ്പൊ ഇതിൽ എത്രത്തോളം വാട്ടർ അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം നമുക്ക് ശേഖരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഈ ഒരു ഏരിയ, ഓക്കെ, അതിന്റെ അത്രയുമാണ് നമുക്ക് ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിൽ കൂടുതൽ വരുന്ന വെള്ളം അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് വരുന്ന വെള്ളം മുഴുവൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒഴുകിപ്പോകും. ബാക്കിയുള്ള ഏരിയ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഹൈറ്റ് കൂടുതലാണ്. എന്ന് വെച്ച് നമുക്ക് ഇതിൽ സംഭരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശേഖരിക്കാൻ പറ്റുന്ന മാക്സിമം വാട്ടറിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഈ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആ ഒരു പലക അല്ലെങ്കിൽ ആ ഒരു ഏരിയ എത്രയാണോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വാട്ടർ മാത്രമേ നമുക്ക് അതിന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ മിനിമം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇദ്ദേഹവും പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഇത് പ്രപ്പോസ് ചെയ്യുന്ന ആളുടെ പേരൊന്ന് ഓർത്ത് വെക്കുക, ജസ്റ്റിസ് വോൺ ലീബിഗ് ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ആൾസോ നോൺ ആസ് ലീബിഗ്സ് ലോ ഓഫ് മിനിമം, ലീബിഗ്സ് ലോ ഓഫ് മിനിമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. Then it states that the growth of an organism is limited by the scarcest essential resource. അപ്പൊ അവിടെ ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള ഏറ്റവും കുറവ് അവൈലബിലിറ്റി ഉള്ള റിസോഴ്സ് ഏതാണോ അതായിരിക്കും ആ പോപ്പുലേഷന്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായിരിക്കും ആ പോപ്പുലേഷന്റെ ലിമിറ്റിനെ ഗ്രോത്ത് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഒരു പ്രദേശം, നന്നായിട്ട് ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്കെ, പക്ഷേ അവിടെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചെടികൾ വളരാനുള്ള സാധ്യത കുറവാണ്, ഡ്രൈ ആയിട്ട് പോകും അല്ലെങ്കിൽ അരിഡ് ആയിട്ട് ആ പ്രദേശം മാറുന്നതായിരിക്കും. അപ്പൊ അതൊരു അരിഡ് പ്രദേശമായിട്ട് മാറും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം വെളിച്ചം കിട്ടുന്നുണ്ട്, ധാരാളം ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്, എന്നിട്ടും ഏറ്റവും കുറവ് അവിടെ കിട്ടുന്നത് വെള്ളമാണ്. ആ വെള്ളത്തിന്റെ അവൈലബിലിറ്റിയാണ് അവിടെയുള്ള ചെടികളുടെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ഇസ് ജിനാൻ ഗഫൂർ. ഓക്കെ, യെസ്, ആൻസർ സി. സോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും കുറവ് അല്ലെങ്കിൽ സ്കേഴ്സ് ആയിട്ട് വരുന്നത് ഏതാണോ അതായിരിക്കും അവിടുത്തെ ഗ്രോത്തിനെ, പോപ്പുലേഷൻ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഒരു തിയറി. ഇതൊന്നും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ്. നമ്മുടെ എൻറ്റയർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഏറ്റവും അവൈലബിലിറ്റി കുറഞ്ഞത് ഏതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു എക്കോസിസ്റ്റത്തിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഇത് ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ഡെൻസിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടും, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ നമ്മൾ സാധാരണ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഡെൻസിറ്റി ഡിപ്പെൻഡന്റ്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡ് ആയിട്ടും പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ടും, ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ചിലപ്പം ഈ രണ്ട് ക്ലാസിഫിക്കേഷന്റെ ബേസിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിലാദ്യം വരുന്നതാണ് ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇങ്ങനെ ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിലേറ്റീവ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു കുളമുണ്ട്, ഒരു പോണ്ട് ഉണ്ട്. ആ പോണ്ടില് ഒരു വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും, ഒരു മിനിമം വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഈ വാട്ടർ അവൈലബിലിറ്റി കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം നമ്പർ ഓഫ് പോപ്പുലേഷൻ ഓഫ് ആനിമൽസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 100 ആനിമൽസിനായിരിക്കും ദിവസവും ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നാൽ ഈ 100 ആനിമൽസിന്റെ പോപ്പുലേഷൻ 1000 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ള വെള്ളം ഈ പറയുന്ന പോണ്ട് അല്ലെങ്കിൽ ആ കുളത്തിൽ നിന്ന് കിട്ടുന്നതല്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ 1000 ആനിമൽസ് ആയിട്ട് അവർ ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോണ്ട് ഉടനെ വറ്റി പോകുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആനിമൽസിന്റെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് റിസോഴ്സിന്റെ അവൈലബിലിറ്റി സ്കേഴ്സ് ആയിട്ട് മാറുകയും അത് എൻറ്റയർ പോപ്പുലേഷന്റെ എക്സിസ്റ്റൻസിനെ ഇല്ലാതാക്കുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദിസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് പ്രിഡേറ്റർ നമ്പർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാട്ടില് 1000 മാനുകളുണ്ട്. ഓക്കെ, 1000 മാനുകളുണ്ട്. ആ 1000 മാനുകളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് 5 സിംഹങ്ങൾ, അല്ലെങ്കിൽ മാനും സിംഹവും അങ്ങനെ വരില്ല, സോ ഒരു 5 കടുവകളുണ്ട്. ഓക്കെ, 5 കടുവകളുണ്ട്. അപ്പൊ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ്. 1000 മാനുകൾക്ക് 5 സിംഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത്, 5 കടുവ എന്ന് പറയുന്ന സമയത്ത് ഈ കടുവ എന്ന് പറയുന്നത് പ്രിഡേറ്റർ ആണ്, ഇത് പ്രിഡേറ്റർ ആണ്, ഇത് പ്രേ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അത് ബാലൻസ് ചെയ്ത് പോകും. എന്നാൽ ഇവിടെ കടുവയുടെ പോപ്പുലേഷൻ കൂടുക എന്ന് വിചാരിക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ 50 കടുവയായി. ഈ 50 കടുവകൾ ഒരു 4-5 ദിവസം ഇറങ്ങിക്കഴിഞ്ഞ് അവർ വേട്ടയ്ക്ക് ഈ മാനുകൾ അല്ലെങ്കിൽ ഭക്ഷണമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാനുകളുടെ പോപ്പുലേഷൻ ഇല്ലാതായി തീരും.
ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രേയോ അല്ലെങ്കിൽ പ്രിഡേറ്ററിന്റെയോ ഒക്കെ പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം ആ ഒരു എക്കോസിസ്റ്റം ചിലപ്പം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതും എന്താണ്, ഒരു ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ പ്രിഡേറ്റർ നമ്പേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് ദി ഫുഡ് ആൻഡ് അതർ റിസോഴ്സസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ. ഓക്കെ, വാട്ടർ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷന്റെ സൈസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ആൻഡ് സ്പ്രെഡ് ഓഫ് ദി പാത്തോജനിക് ഡിസീസസ്, അപ്പം പല ഡിസീസസും എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഏരിയയിൽ നിന്ന് മറ്റ് ഏരിയകളിലേക്ക് സ്പ്രെഡ് ആവാറുണ്ട്. അപ്പം അങ്ങനെ ഡിസീസസ് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്ക്ഡൌൺ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ പാത്തോജൻ ഒരു ഏരിയയിൽ നിന്ന് മറ്റു ഏരിയയിലേക്ക്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുകയും കൂടുതൽ ആളുകൾ ചിലപ്പോൾ മരിച്ചു പോകുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ലോക്ക്ഡൌൺ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ഇപ്പൊ നമ്മൾ സാധാരണ കാണാറുണ്ട് പക്ഷിപ്പനി ഉണ്ടാകുന്ന സമയത്ത് പക്ഷികൾ നമ്മൾ കൊല്ലുകയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ കത്തിച്ച് കളയാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇനി ഇങ്ങനെ അല്ലാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ വെദർ, ക്ലൈമറ്റ് കണ്ടീഷൻസ്, ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് സൺലൈറ്റ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ സൺലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 1000 ചെടികൾ ഉണ്ടെങ്കിലും 10,000 ചെടികൾ ഉണ്ടെങ്കിലും അവർക്കൊക്കെ വേണമെങ്കിൽ സൺലൈറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യുന്നില്ല, ആസ് സച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഒരുപാട് ഡെൻസിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ താഴെ ഗ്രൗണ്ട് ഏരിയയിൽ പ്രത്യേകിച്ച് ചെടികളൊന്നും വളരാറില്ല. കാരണം അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ പഠിക്കും, ഡിഫറെന്റ് ഓർഗാനിസംസ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അപ്പർ ലെയറിൽ അല്ലെങ്കിൽ അപ്പർ കനോപ്പിയിൽ വരുന്ന ട്രീസ് അവർ താഴത്തേക്ക് സൺലൈറ്റ് കടത്തി വിടാത്തത് കൊണ്ട് ലോവർ കനോപ്പിയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ മരങ്ങൾക്ക് വളരാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ അതെന്താണ്, കോമ്പറ്റീഷൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് കോമ്പറ്റീഷൻ, നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളതാണ് കോമ്പറ്റീഷൻ. അതായത് ഡിഫറെന്റ് ഓർഗാനിസംസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ. യെസ്, അപ്പം ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിലേറ്റീവ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് അതിന്റെ അവൈലബിലിറ്റിയുടെ കാര്യമായിട്ടുള്ള കുറവ് വരില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെദർ, ക്ലൈമറ്റ്. പക്ഷേ ഈ വെദറും ക്ലൈമറ്റും ഒക്കെ ഒരു പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ഒരു ആനിമൽസിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. യെസ്, വെദർ പോപ്പുലേഷൻസ് ബാഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും ബാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ പോപ്പുലേഷനെ അത് ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്വേഴ്സ് ആവുന്ന കേസസ് അല്ല പറയുന്നത്, നോർമൽ കണ്ടീഷൻസിന്റെ കേസസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ കണ്ടീഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നില്ല. ബട്ട് സോറി, ഞാൻ പറയുന്നത് പോപ്പുലേഷന്റെ ഡെൻസിറ്റിയെ എഫക്ട് ചെയ്യുന്നില്ല, പക്ഷേ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അത് എഫക്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ സെറ്റിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം എവർഗ്രീൻ ഫോറസ്റ്റിൽ നന്നായിട്ട് മഴ കിട്ടുന്ന, നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, പോപ്പുലേഷന്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നില്ല. അവിടെ വേണമെങ്കിൽ 10 കടുവയ്ക്കും 100 കടുവയ്ക്കും അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, താമസിക്കാം. ഓക്കെ, ഈ പറയുന്ന ക്ലൈമറ്റിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. അല്ലെങ്കിൽ അവിടേക്ക് ലഭിക്കുന്ന സൺലൈറ്റ് അല്ലെങ്കിൽ അവിടേക്ക് കിട്ടുന്ന മഴ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് കുറവോ കൂടുതലോ ഒന്നും വരുന്നില്ല. ഓക്കെ, അത് ഈക്വൽ ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അത്തരം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. അടുത്തത് ഇന്ററാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് ഡെഫിനറ്റ്ലി ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ചോദ്യം ഇതാണ്, വിത്ത് റെഫറൻസ് ടു മ്യൂച്വലിസം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡിഫറെന്റ് ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. മ്യൂച്വലിസം വരുന്നുണ്ട്, അമൻസാലിസം വരുന്നുണ്ട്, കമൻസാലിസം വരുന്നുണ്ട്, പ്രെഡേഷൻ വരുന്നുണ്ട്, പാരസൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ ഒന്നാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. സോ വിത്ത് റെഫറൻസ് ടു മ്യൂച്വലിസം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം വരുന്നത്, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ്. അടുത്തത്, ലൈക്കൻസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസം ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് ആൽഗെ. Then mycorrhiza is an association between fungi and the roots of higher plants. Okay, ഇതിൽ ഏതാണ് ശരി? യെസ്, പൃഥ്വിരാജ് ഓൾറെഡി ഗീവ് ദി ആൻസർ. ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? ഓക്കെ, യെസ്, ജോത്. ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്, പെട്ടെന്ന് പറയാം. യെസ്, ദ ആൻസർ ഇസ്
ഡി ആണ്. ഓക്കെ, ആൻസർ ഡി ആണ്. മ്യൂച്വലിസം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസ് പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് പേരും ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, രണ്ട് പേരും ബെനിഫിറ്റഡ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് പ്ലസ്. ഓക്കെ, രണ്ട് ഓർഗാനിസംസ് എ ബി ഇവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് പേരും ബെനിഫിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മ്യൂച്വലിസം എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു കൊക്കും അതുപോലെ തന്നെ പശു, അല്ലെങ്കിൽ ഒരു കാക്കയും പശു. ഓക്കെ, അപ്പൊ ആ പശുവിന്റെ പുറത്തുള്ള ചെള്ളുകളെ കാക്ക ഭക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ചെള്ള് റിമൂവ് ആകുന്ന സമയത്ത് പശുവിന് ഒരു റിലാക്സേഷൻ കിട്ടും. ഓക്കെ, കാരണം ആ പശുവിന്റെ മുകളിലുള്ള പാരസൈറ്റ് ആണ് അത്. കാക്കയ്ക്ക് വിശപ്പും മാറും. അപ്പൊ അതെന്താണ് മ്യൂച്വലിസം ആണ്, രണ്ടുപേരും അതിൽ നിന്ന് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് മൈക്കോറൈസേ എന്ന് പറയുന്നത്. ഈ മൈക്കോറൈസേ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുള്ളത് പയറുവർഗ്ഗങ്ങൾ പോലെയുള്ള ചെടികളാണ്. അതിന്റെ റൂട്ട്സിൽ നമുക്ക് ചെറിയ ഒരു മുഴ പോലെയുള്ള ഏരിയാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ചില ഫംഗൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫംഗൈ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നതായിരിക്കും. അത് പയറുവർഗ്ഗത്തിൽ പെടുന്ന പ്ലാന്റുകൾക്ക് ഹൈലി ബെനിഫിഷ്യൽ ആണ്. അപ്പം ഈ പറയുന്ന ഫംഗസിനെ സംബന്ധിച്ചിട്ട് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഈ റൂട്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ ആ പ്ലാന്റ്സിനെ സംബന്ധിച്ചിട്ട് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷെ ആ പ്ലാന്റ്സിനെ സംബന്ധിച്ചിട്ട് ഈസി ആയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്ത് കിട്ടും. കാരണം നൈട്രജന്റെ ബോണ്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ഓക്കെ, ഒരു ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അത് ഈസി ആയിട്ട് ആ പ്ലാന്റ്സുകൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 എല്ലാം ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്, യാ. അടുത്തത് മ്യൂച്വലിസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഒബ്ലിഗേറ്ററി മ്യൂച്വലിസം. ഓക്കെ, ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ഇത് ഒബ്ലിഗേറ്ററി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് മറ്റേ ഓർഗാനിസം ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഓർഗാനിസം മറ്റേ ഓർഗാനിസത്തിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കുക. ഒബ്ലിഗേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അർത്ഥം കൂടെ ഉണ്ട്. മ്യൂച്വലിസത്തിൽ ഈ ഒബ്ലിഗേറ്ററി എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നൗ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എക്സാമ്പിൾസ് ഓഫ് ഒബ്ലിഗേറ്ററി മ്യൂച്വലിസം. ആദ്യം വരുന്നത് പോളിനേഷൻ ഇൻ ഫിഗ് ബൈ ദ ഫിഗ് വാസ്പ്. ഇത് ഓൾറെഡി UPSC 2024 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് PSC ഒക്കെ വരാൻ സാധ്യതയുണ്ട്. Then nitrogen fixation by rhizobium in leguminous plants. Then അടുത്തത് association of the barnacle on whales. Yes, Prithviraj again give answer. ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? Okay, രജിത A. Okay. Yes, the answer is A. Okay. ഈ ബർണക്കിൾസിന്റെ അല്ലെങ്കിൽ ബാർണക്കിൾസ് എന്ന് പറയുന്നത് ഒരു സക്കർ ഫിഷ് പോലത്തെ ഒരു ചെറിയ ഫിഷ് ആണ്. അത് സാധാരണ വെയിൽസിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് വെയിൽസിന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന ബർണക്കിൾസിന് മാത്രമാണ് അവിടെ ബെനിഫിറ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് വെയിൽസിന് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, 0 ബെനിഫിറ്റിലേക്കാണ്. ഓക്കെ, എന്നാൽ ബർണക്കിൾസിനെ സംബന്ധിച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ട്, പോസിറ്റീവ് ആണ്. ഓക്കെ, പക്ഷെ മ്യൂച്വലിസം നമ്മൾ പറഞ്ഞത് എന്താണ്, രണ്ടു പേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണം. ഇവിടെ അത് സംഭവിക്കുന്നില്ല, അതുകൊണ്ട് ഇത് റോങ് ആണ്. ഓക്കെ, യെസ്, സോ ദ ആൻസർ എ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ടിസം ഇതിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. അതിൽ ആദ്യം വരുന്നതാണ് ഒരു ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 സ്പീഷീസ് ആണ്. ഈ രണ്ട് സ്പീഷീസും ഇങ്ങനെ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഗ്രോത്തും സർവൈവലും നടക്കുകയുള്ളൂ. ഓക്കെ, അതായത് ഹണി ബീസ് ഇല്ലാതെ ഫ്ലവേഴ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫ്ലവേഴ്സ് ഇല്ലാതെ ഹണി ബീസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഹണി ബീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലവേഴ്സിന്റെ പോളിനേഷൻ നടത്തുന്നത്. ഓക്കെ, പോളിനേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഹണി ബീസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഹണി അത് സപ്ലൈ ചെയ്യുന്നത് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ രണ്ടുപേർക്കും മ്യൂച്വലി എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരസ്പരം ആശ്രയിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഹായിക്കണം. ദെൻ ലൈക്കൻസ് ആർ മ്യൂച്വലിസ്റ്റിക് റിലേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ലൈക്കൻ എന്ന് പറയുന്നത് ആൽഗെ ആൻഡ് ഫംഗൈ ആണ്. പല പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ പല തവണ ചോദിച്ചതാണ്. ലൈക്കൻസ് എന്ന് പറയുന്നത് ആൽഗെ പ്ലസ് ഫംഗൈ ആണ്. ഓക്കെ, ആൽഗെ പ്ലസ് ഫംഗൈ ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗെ പ്ലസ് ഫംഗൈ ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, പല പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. അടുത്തത് മൈക്കോറൈസേ ആർ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ഹയർ പ്ലാന്റ്സ്. ഓക്കെ, മൈക്കോറൈസേ എന്ന് പറയുന്നത് ഫംഗസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ലെഗ്യൂമിനസ് പ്ലാന്റ്സും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. ആ മ്യൂച്വൽ റിലേഷനെയാണ് നമ്മൾ മൈക്കോറൈസേ എന്ന് പറയുന്നത്. ഇത് ഓർത്തു വെക്കണം. ഓക്കെ, മൈക്കോറൈസേ എന്ന് പറയുന്നതും ഓർത്തു വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, എക്സാമ്പിൾ ആണ്, പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്.
ദെൻ മ്യൂച്വലിസത്തിന്റെ കുറച്ച് മറ്റ് എക്സാമ്പിളും കൂടെ. ഇപ്പൊ താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് മ്യൂച്വലിസം എന്നുള്ള രൂപത്തിലേക്ക് ചിലപ്പോൾ ചോദ്യം വരാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ NCERT-യിൽ തന്നെ കൊടുത്തിട്ടുള്ള, നമ്മുടെ SCERT തന്നെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സോ ആദ്യം വരുന്നത് ഹ്യൂമൻസ് ആൻഡ് ദ ഗട്ട് ബാക്ടീരിയ. ഓക്കെ, നമ്മുടെ വയറ്റിലുള്ള ഗട്ട് ബാക്ടീരിയ നമ്മളുടെ ഡൈജഷനെ, ദഹനത്തിനെ സഹായിക്കുന്നുണ്ട്. ആ ഗട്ട് ബാക്ടീരിയക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ വയറ്. അപ്പൊ രണ്ടുപേരും മ്യൂച്വലി ഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ആൻഡ് ദ ഗട്ട് ബാക്ടീരിയ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ബീസ് ആൻഡ് ഫ്ലവേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ വരുന്നതാണ് ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമോൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമോൺ അതും എന്താണ്, ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മ്യൂച്വലിസം ആണ്. ദെൻ ആൻസ് ആൻഡ് എഫിഡ്സ്. ഓക്കെ, ഈ അഫിഡ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ആൻസ്. ഈ അഫിഡ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആൻസ് ആണ്. അപ്പൊ ആ അഫിഡ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ് അവർ എന്ത് ചെയ്യാറുണ്ട്, ഭക്ഷിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ സാധാരണ ഇത് ഒരു തവണ UPSC ചോദിച്ചത് ഫംഗസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആനിമൽ ഏതാണ് എന്നാണ്. ഓക്കെ, ഫംഗസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന മൈക്രോ ആനിമൽ ഏതാണ് എന്നുള്ള രൂപത്തിലാണ്. അതിന്റെ എക്സാമ്പിൾ ആൻഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആൻഡ് ഫംഗസിനെയും ഇതുപോലെ തന്നെ അഫിഡ്സിനെയും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ഫുഡിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദെൻ ലൈക്കൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫംഗി ആൻഡ് ആൽഗെ. ഇതിന്റെ മിക്സിംഗ് അല്ലെങ്കിൽ ഇതിന്റെ അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ വരുന്നതാണ് വൂളി ബാറ്റും അതുപോലെ തന്നെ പിക്ചർ പ്ലാന്റും. ഓക്കെ, പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പിക്ചർ പ്ലാന്റിനെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ്. പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കാർണിവോറസ് പ്ലാന്റ് ആണ്. പക്ഷേ ഈ വൂളി ബാറ്റും പിക്ചർ പ്ലാന്റും വരുന്നുണ്ട്. ഈ വൂളി ബാറ്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ വൂളി ബാറ്റിന്റെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിക്ചർ പ്ലാന്റിനെ മറ്റ് ഓർഗാനിസംസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. യെസ്, അടുത്തതാണ് കമൻസാലിസം. ഓക്കെ, which of the following best describe commensalism? So both species benefit and the relationship is obligatory. അടുത്തത് one species benefit, the other is unaffected. അടുത്തത് one species benefit while the other is harmed. Then both species are harmed in the interaction. Okay, so എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? സോ ചോദ്യം എന്ന് പറയുന്നത് കമൻസാലിസത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, കമൻസാലിസത്തിനെ കുറിച്ചിട്ട് വരുന്ന ചോദ്യമാണ്. സോ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? Which of this is the answer? കമൻസാലിസത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? Yes, Divya, give the answer first. Okay, yes, Malbro B. So the answer is B ആണ്. Okay, ഒരു സ്പീഷീസ് ബെനിഫിറ്റഡ് ആകുന്നുണ്ട്, മറ്റേ സ്പീഷീസ് അൺഎഫക്റ്റഡ് ആണ്. അതിന് പ്രത്യേകിച്ച് എഫക്റ്റഡ് ആകുന്നില്ല, അതിന് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. ദെൻ വൺ സ്പീഷീസ് ബെനിഫിറ്റ് വൈൽ ദി അതർ ഇസ് ഹാംഡ്. ഇതിനെ നമ്മൾ സാധാരണ പറയാറ് അമെൻസാലിസം എന്നാണ്. Then both species are harmed during this interaction. രണ്ടുപേരും പരസ്പരം harmed ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോമ്പറ്റീഷൻ എന്ന് പറയാം. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഒരു കോമ്പറ്റീഷനിൽ വരുന്ന സമയത്ത് രണ്ടുപേരും ഹാംഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കമൻസാലിസത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പീഷീസ് എങ്കിലും അതിൽ ബെനിഫിറ്റഡ് ആയിരിക്കണം, മറ്റേ സ്പീഷീസിന് പ്രത്യേകിച്ച് ഒരു നഷ്ടം ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കമൻസാലിസം എന്ന് പറയാം. ഓക്കെ, +0 ഇതാണ് കമൻസാലിസം. ഒരു സ്പീഷീസ് ബെനിഫിറ്റഡ് ആണ്, മറ്റേതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ദെൻ അടുത്തത് കമൻസാലിസമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു കമൻസാലിസം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വൺ സ്പീഷീസ് ബെനിഫിറ്റ് വൈൽ ദ അതർ ഇസ് നൈദർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. ദെൻ അടുത്തത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റമോറ ഫിഷ് ആൻഡ് ഷാർക്ക് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കമൻസാലിസം. Then in commensalism both species must obligatorily depend on each other for survival. Okay, so what is the answer? ഇവിടെ ആൻസർ എന്താണ്? യെസ്, ഹിബ, അബ്ദുൾ റഫീഖ്, ഓക്കെ, ഹരീഷ്മ, പ്രണവ്, ഡാനിഷ്, രചിത. ഓക്കെ, യെസ്, എല്ലാവരും ആൻസർ കൊടുത്തിട്ടുണ്ട്. പ്രണവ് ഗിവ് ദി ആൻസർ ഫസ്റ്റ്. ഓക്കെ, യെസ്, പൃഥ്വിരാജ്, രചിത, യെസ്, മാൽബ്രോ. സോ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, 1 and 2 is the right answer. യെസ്, അജയ്, ആൻസർ എ ആണ്. ദിവ്യ, ആൻസർ എ ആണ്. ഓക്കെ, സോ ഇവിടെ കമൻസാലിസത്തിലല്ല മ്യൂച്വലിസത്തിലാണ് രണ്ട് ഓർഗാനിസംസും ഒബ്ലിഗേറ്ററി ആയിട്ട് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഫോർ ദെയർ സർവൈവൽ. ഓക്കെ, അപ്പൊ ഇവിടെ കമൻസാലിസം അല്ല, മ്യൂച്വലിസം ആണെങ്കിൽ ഇത് ശരിയായേനെ. ഓക്കെ, മ്യൂച്വലിസം ആണെങ്കിൽ ശരിയായേനെ. അപ്പൊ മ്യൂച്വലിസത്തിലാണ് രണ്ട് ഓർഗാനിസംസ് നിർബന്ധമായിട്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്. യെസ്, എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പം തേർഡ് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് 1 and 2 വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ നോക്കുക, ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? വൺ സ്പീഷീസ് ബെനിഫിറ്റഡ് വൈൽ ദ അതർ ഇസ് നൈദർ ഹാംഡ് നോർ ബെനിഫിറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അയാൾ എന്ത് ചെയ്യണമെന്നില്ല, ഈ രണ്ടാമത്തെ സ്പീഷീസുമായിട്ട് ബന്ധപ്പെടണമെന്നോ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യണമെന്നോ വരുന്നില്ല.
അപ്പൊ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നുണ്ട്. ഒന്നും മൂന്നും ഒരുമിച്ച് വരില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ യു ക്യാൻ റീച്ച് ദി ആൻസർ. അപ്പൊ എക്സാമ്പിളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. കമൻസാലിസത്തിന്റെ എക്സാമ്പിൾ ആണ് റമോറ ഫിഷും അതുപോലെ തന്നെ ഷാർക്കും തമ്മിലുള്ള ബന്ധം. റമോറ ഫിഷും ഷാർക്കും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കമൻസാലിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. ദെൻ അടുത്തതാണ് പാരസൈറ്റിസം. ഓക്കെ, പാരസൈറ്റിസം, പരാദം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിൽ പറയും. സോ വിത്ത് റെഫറൻസ് ടു പാരസൈറ്റിസം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തത്, പാരസൈറ്റിസം വൺ സ്പീഷീസ് ബെനിഫിറ്റ് while the other is harmed. Then a parasite always kills its host immediately. Then tapeworm and plasmodium are examples of endoparasites. അതായത് പാരസൈറ്റ്സിനെ നമ്മൾ സാധാരണ എൻഡോപാരസൈറ്റ് എന്നും എക്സോപാരസൈറ്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻഡോപാരസൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നതിന് നമ്മൾ എൻഡോപാരസൈറ്റ് എന്ന് പറയും. ഒരു ഓർഗാനിസത്തിന്റെ പുറത്ത് ജീവിക്കുന്നതിന് നമ്മൾ എക്സോപാരസൈറ്റ് എന്നും പറയും. ഓക്കെ, യെസ്, ദിവ്യ ഗിവ് ദി ആൻസർ ഫസ്റ്റ്. ഓക്കെ, ബി. യെസ്, ഹിയർ ദ ആൻസർ ഇസ് ബി. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആൻസർ ബി ആണ്. ഓക്കെ, ഒരു പാരസൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഓൾവേസ്. ഈ ഓൾവേസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം വേർഡ് ആണ്. ഓക്കെ, ഒരു ഓൾവേസ് എന്ന് പറയുന്നത് എക്സ്ട്രീം വേർഡ് ആണ്. കാരണം നമുക്കറിയാം, ഒരു കാര്യം നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലും ഒക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു എക്സംഷൻ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾവേസ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതൊരു എക്സ്ട്രീം വേർഡ് ആണ്. ഓൺലി പോലെ തന്നെ വരുന്ന ഒരു മറ്റൊരു എക്സ്ട്രീം വേർഡ് ആണ് ഓൾവേസ് എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും. ഓക്കെ, അതൊരു എക്സ്ട്രീം വേർഡ് ആണ്. കിൽ ഇറ്റ്സ് ഹോസ്റ്റ് ഇമീഡിയറ്റ്ലി. ഇപ്പൊ നോക്കുക, നമ്മുടെ തലയിൽ ഇരിക്കുന്ന പേന്, അതൊരു പാരസൈറ്റ് ആണ്. ആ പാരസൈറ്റ് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കില്ല് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ അത് കില്ല് ചെയ്യുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, ഒരുപാട് ടൈം എടുത്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എന്നാൽ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്റ്റിനെ കില്ല് ചെയ്യുന്നത് അത് പ്രിഡേറ്റർ ആണ്. ഓക്കെ, പ്രിഡേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഹോസ്റ്റിനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സാധാരണ പ്രിഡേഷനിൽ, അതായത് ഒരു കടുവ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നതായിരിക്കും, അതിന്റെ മാനിനെ അല്ലെങ്കിൽ അതിന്റെ വേട്ടയാടുന്ന ആ ഒരു മൃഗത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കില്ല് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, പ്രിഡേഷനിലാണ് സാധാരണ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കില്ല് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റ് ആണ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ 1 and 3 ആണ്. ഓക്കെ, യെസ്. ദെൻ മാച്ച് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് പാരസൈറ്റ് വിത്ത് ദെയർ എക്സാമ്പിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 ടൈപ്സ് ഓഫ് പാരസൈറ്റ് ഉണ്ട്, എൻഡോ ആൻഡ് എക്സോ. അതിന്റെ ബേസിൽ വരുന്നതാണ്. ഓക്കെ, എക്ടോ അല്ല, ഇവിടെ എക്സോ എന്നാണ്. ഓക്കെ, എക്ടോ എന്നുള്ളതും കറക്റ്റ് ആണ്. ഓക്കെ, എക്ടോ ഓർ എക്സോ പാരസൈറ്റ്. സോ വാട്ട്സ് ദ റൈറ്റ് ആൻസർ? എൻഡോ പാരസൈറ്റിനെയും എക്സോ പാരസൈറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട്സ് ദ ആൻസർ? ആൻസർ എന്താണ് വരുന്നത്? എൻഡോ പാരസൈറ്റും എക്സോ പാരസൈറ്റും വരുന്നുണ്ട്. സോ വാട്ട്സ് ദ ആൻസർ? യെസ്, പൃഥ്വിരാജ് ഗിവ് ദി ആൻസർ ഫസ്റ്റ്. ഓക്കെ, ദെൻ സൻവിക ഗിവ് ദി ആൻസർ സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, ലൈസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ മൂട്ട എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ മൂട്ട എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്നതാണ്. ഒരു ഓർഗാനിസത്തിന്റെ പുറത്താണ് സാധാരണ മൂട്ട ഉണ്ടാവാറുള്ളത്. അപ്പൊ ലൈസ് എന്ന് പറയുന്ന സമയത്ത് എക്സോ പാരസൈറ്റ് ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 1 ആയിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ദെൻ ടേപ്പ് വർമും അതുപോലെ തന്നെ പ്ലാസ്മോഡിയം എൻഡോ പാരസൈറ്റ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആൻസർ ഇസ് എ. ഓക്കെ, 1, 2, 3. അതെ, സിമിലർ ഓപ്ഷൻ തന്നെയാണ്, എൻഡോ പാരസൈറ്റ് തന്നെയാണ് രണ്ടും വരുന്നത്. ഓക്കെ, യെസ് അബിഗേൽ, ആൻസർ കറക്റ്റ് ആണ്. അടുത്തത്, ഓക്കെ, ദെൻ അമൻസാലിസം. അമൻസാലിസം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇനി വരുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മ്യൂച്വലിസം പഠിച്ചു, കമൻസാലിസം പഠിച്ചു, ഓക്കെ, പാരസൈറ്റിസം പഠിച്ചു. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് അമൻസാലിസം. Which one of the following ecological interaction is best illustrated by the production of penicillin by penicillium? ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. യെസ്, എയും സിയും സിമിലർ ആണ്. ഓക്കെ, എയും സിയും സിമിലർ ആണല്ലേ ഇവിടെ? അല്ലല്ല, ആൻസേഴ്സ് രണ്ടും ഓക്കെ, ആ അർത്ഥത്തിലല്ലേ? യെസ്, സിമിലർ ആണ്. യെസ്, ഓക്കെ, ഡാനിഷ് ഗിവ് ദി ആൻസർ ഫസ്റ്റ്. ആൻസർ ഓൾറെഡി മുകളിലുണ്ട്, അമൻസാലിസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, യെസ്, അമൻസാലിസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ പെൻസിലിൻ വരുന്നുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ബ്രെഡ് ഒക്കെ പൂക്കുന്ന സമയത്ത് അതിൽ ഗ്രോ ചെയ്യുന്ന ഒന്നാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെൻസിലിൻ എന്ത് ചെയ്യുന്നുണ്ട്? പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പെൻസിലിയം, ഓക്കെ, ആ പെൻസിലിയം സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് കോസസ് ബാക്ടീരിയൽ ഡെത്ത്. ബാക്ടീരിയനെ സാധാരണ അത് കില്ല് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പെൻസിലിൻ നമ്മൾ ഒരു ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ ദി അലക്സാണ്ടർ ഫ്ലമിംഗ്. ഓക്കെ, അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ് ഇത് ഇൻവെന്റ് ചെയ്യുന്നത് 1928. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ് ഇത് ഇൻവെന്റ് ചെയ്യുന്നത് 1928. അതുപോലെ തന്നെ പെൻസിലിൻ അല്ലെങ്കിൽ പെൻസിലിൻ എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് ആണ്. ഓക്കെ, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ആൻസർ അമൻസാലിസ് ആണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. With reference to amensalism, consider the following statement. In amensalism, one species is harmed while the other remains unaffected. ഒരു സ്പീഷീസ് ഹാംഡ് ആയിരിക്കും, പക്ഷെ മറ്റേ സ്പീഷീസ് ഇറ്റ് റിമൈൻ അൺഎഫക്റ്റഡ് ആയിട്ട് നിൽക്കും. Then it generally involves the release of toxic substances by one organism. It generally involves the release of toxic substances by one organism. Then അടുത്തത്, the bread mold fungus Penicillium inhibit bacterial growth is a classical example of amensalism. Yes, Anish, I'll give the answer first. Okay. Yes, amensalismത്തിൽ വരുന്ന സംഭവം എന്താണ്? B, C. Okay. Yes. ഓക്കെ, സോ കൂടുതൽ ആൾക്കാർ സി എടുക്കുന്നുണ്ട്. ഓക്കെ, സമൻസാലിസത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഇവിടെ നോക്കാം. എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ഇല്ലിസ്ട്രേറ്റഡ് ബൈ ദി പ്രൊഡക്ഷൻ ഓഫ് ദി പെൻസിലിൻ ബൈ ദി പെൻസിലിയം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് ബാക്ടീരിയനെ കില്ല് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ബാക്ടീരിയനെ കില്ല് ചെയ്യും അല്ലെങ്കിൽ ബാക്ടീരിയനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹാം ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബ്രെഡിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതിൽ വളരുന്ന പെൻസിലിയത്തിന്റെ ആ ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയനെ മറ്റ് ബാക്ടീരിയകളെ അവിടെ ഗ്രോ ചെയ്യാതെ അത് കൊന്നു കളയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഹാംഡ്, അൺഎഫക്റ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അമൻസാലിസത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പീഷീസ് അൺഎഫക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നെഗറ്റീവ്ലി എഫക്റ്റഡ്. പെൻസിലിയത്തിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയനെ കൊന്നു കളയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, മറ്റത് നെഗറ്റീവ് ആയിട്ട് എഫക്റ്റഡ് ആയിട്ട് മാറും. ഓക്കെ, ഒന്നിന് ബെനിഫിറ്റ് ആയിരിക്കും, മറ്റതിന് എന്തായിരിക്കും? നെഗറ്റീവ്ലി ആയിരിക്കും. ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സീറോ ആയിരിക്കും. ഓക്കെ, ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ ബ്രെഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫംഗസിന് അവിടെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ആ ബാക്ടീരിയനെ കൊല്ലുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാമത്തത് ശരിയാണ്. ഇറ്റ് ജനറലി ഇൻവോൾവ് ദ റിലീസ് ഓഫ് ദി ടോക്സിക് സബ്സ്റ്റൻസസ് ബൈ വൺ ഓർഗാനിസം. വൺ ഓർ ദി അതർ വേ ടോക്സിക് സബ്സ്റ്റൻസസ് ഒക്കെ റിലീസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാറുള്ളത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then the bread mold fungus Penicillium inhibit bacterial growth. ഇത് നോക്കുക, ഇൻഹിബിറ്റ് എന്ന് പറയുന്ന സമയത്ത് വളർച്ചനെ ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും പരസ്പരം കോൺട്രാഡിക്റ്റിംഗ് ആണ്. രണ്ടും പരസ്പരം വിരുദ്ധമായിട്ട് നിൽക്കുന്നതാണ്. ഒന്ന് ശരിയാണെങ്കിൽ മൂന്ന് ശരിയാവില്ല. കാരണം പറയുന്നത് എന്താണ്? വൺ സ്പീഷീസ് ഇസ് ഹാംഡ് വൈൽ ദി അതർ റിമൈൻസ് അൺഅഫക്റ്റഡ്. ഓക്കെ, യെസ്, ദിസ് ഇസ് കറക്റ്റ്. ഓക്കെ, വൺ ഇൻ അമൻസാലിസം വൺ സ്പീഷീസ് ഇസ് ഹാംഡ്, നെഗറ്റീവ് ആണ്. വൈൽ ദി അതർ സ്പീഷീസ് അൺഅഫക്റ്റഡ്, സീറോ ആയിട്ട് നിൽക്കാം. So this statement is also correct. Okay. Then the bread mold fungus Penicillium inhibit bacterial growth is a classical example of the amensalism. Okay. So this is also correct. So the answer is D. Okay. So ഇവിടെ ആൻസർ ഡി ആണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഇവിടെ കോൺട്രാഡിക്റ്റിംഗ് അല്ല, ബട്ട് ഇറ്റ് ഇസ് മ്യൂച്വലി എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ടീവ് ആണ്. അപ്പൊ എന്ത് പറയുന്നുണ്ട്? വൺ സ്പീഷീസ് ഇസ് ഹാംഡ്, ബ്രെഡ് മോൾഡ് ഫംഗസ് പെൻസിലിയം ഇൻഹിബിറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും പരസ്പരം എന്താണ്? അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ശരിയാണ്. അപ്പൊ ഒന്ന് ശരിയാണെങ്കിൽ മൂന്നും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എയും ബിയും അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, എയും ബിയും ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ആൻസർ സിയോ ഡിയോ ആയിരിക്കും. ഓക്കെ, യെസ്. ദെൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രിയുടെ പ്രിലിംസ് സ്റ്റേജിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം നിങ്ങൾ നോക്കുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ചോദ്യം ഒന്ന് ലൈക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. Pick the correct statement with respect to global warming potential. Global warming potentialുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് refers to the quantity of heat trapped by a greenhouse gas in the atmosphere compared to carbon dioxide. രണ്ടാമത്തത് global warming potential of a gas depends on its radiative efficiency only. അടുത്തത്
methane is the gas used as a reference to calculate global warming potential. Then global warming potential is often calculated over a 100-year period. Then global warming potential concept is used to balance the ecosystem exchange of multiple greenhouse gases and for developing strategies to reduce greenhouse gas emission. Then താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. എ പറയുന്നത് എല്ലാം ശരിയാണ്. പിന്നെ വരുന്നത് 2 and 3 വരുന്നുണ്ട്. പിന്നെ 1, 4, 5 വരുന്നുണ്ട്. 2, 3, 5 വരുന്നുണ്ട്. ഓക്കെ. യെസ്, അബിഗേൽ ഗീവ് ആൻസർ സി. യെസ്, ദിവ്യ, പൃഥ്വിരാജ്, ജോഡ്, യെസ്, പ്രണവ്, ഓക്കെ, പൃഥ്വിരാജ്, യെസ്, ഹരീഷ്മ. ആൻസർ സി ആണ്. ഓക്കെ, ഇവിടെ ആൻസർ സി ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് refers to the quantity of the heat trapped by the greenhouses in the atmosphere compared to carbon dioxide. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇറ്റ് ഇസ് കമ്പയർഡ് ടു ദ കാർബൺ ഡയോക്സൈഡ് എന്നാണ്. എന്നാൽ മൂന്നാമത്തേൽ പറയുന്നതോ മീഥെയിൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് ടു കാൽക്കുലേറ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ മീഥെയിനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് വരില്ല. ഓക്കെ, സോ അതുകൊണ്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയായിട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നെ ഇതുപോലെ പരസ്പരം കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലി എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം വേർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റേഡിയേറ്റീവ് എഫിഷ്യൻസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റേഡിയേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിലെ വൺ ഫാക്ടർ മാത്രമാണ്. അതായത് ഇൻഫ്രാറെഡ് റേസിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അബ്സോർബ് ചെയ്യാനുള്ള അതിന്റെ ഒരു കപ്പാസിറ്റി. ഓക്കെ, സോ അതിനാണ് സാധാരണ റേഡിയേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്നാൽ അതല്ലാതെ അതിന്റെ ഡ്യൂറേഷൻ, എത്ര കാലം അത് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റേഡിയേറ്റീവ് ഗ്ലോബൽ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാർമിംഗ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഓഫൺ കാൽക്കുലേറ്റഡ് ഓവർ എ 100-year പീരീഡ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം പീരീഡ് ഒരു മെഷർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്, റേഡിയേറ്റീവ് എഫിഷ്യൻസി മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഇയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആണ്. രണ്ടും പരസ്പരം ഒത്തുപോകാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അപ്പൊ 2, 3 എലിമിനേറ്റഡ് ആയി കിട്ടും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് സി. നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കി ക്വസ്റ്റിനെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്, സുബിസ്. അടുത്തത് KS എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് അറ്റ്മോസ്ഫിയറിക് കമ്പോണൻസ് ഇൻ ദി ഓർഡർ ഫ്രം മോസ്റ്റ് അബണ്ടന്റ് ടു ലീസ്റ്റ് അബണ്ടന്റ്. ഏറ്റവും അബണ്ടന്റ് ആയതിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് അബണ്ടന്റ് ആയതിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് KS എക്സാമിനേഷനിൽ 2025 ചോദിച്ചതാണ്. ആർഗൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഓക്കെ, സോ എന്താണ് ഇതിന്റെ ഓർഡർ വരുന്നത്? ഓക്കെ, ഇവിടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് എത്താൻ പറ്റും. Yes, Anish, I'll give the answer first. Okay. Yes, Ajay Kumar. Yes, A is the right answer. അപ്പൊ നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എ ആണോ എന്നുള്ളത്. ജസ്റ്റ് 1 second. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ ഓപ്ഷൻസിൽ 2 ആണ് ആദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ മറ്റൊരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ഏത് ഡാറ്റയാണോ കറക്റ്റ് ആ ഡാറ്റ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും ഒരു എക്സാമിനർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള എക്കണോമിയുടെ സെഷനിൽ, അതായത് 1.6%, ഓക്കെ, 0.9%, ഈ 2 ഡാറ്റ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആദ്യം പറഞ്ഞു കൂടി എന്ന് പറഞ്ഞു, പിന്നെ കുറഞ്ഞെന്ന് പറഞ്ഞു. കാരണം ഈ ഡാറ്റ കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ആ ഡാറ്റ 2 തവണ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആൻസേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 എന്ത് ചെയ്യുന്നുണ്ട്, 3 ആൻസേഴ്സിൽ വരുന്നുണ്ട്. സോ അത് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നത് 100% എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു തരത്തിലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എലിമിനേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വരുന്നത് നൈട്രജൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതാണ്. നൈട്രജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണുന്നത് ഇറ്റ് ഈസ് ഓക്സിജൻ ആണ്. ഓക്കെ, നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്സിജൻ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആർഗൺ ആണ്. ഓക്കെ, നമ്മുടെ ഒരു ഇനേർട്ട് ഗ്യാസ് ആയിട്ട് വരുന്ന ആർഗൺ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത്.
ദെൻ പിന്നെ വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഓർഡർ വരുന്നത് ഏതാണ്? 2, 4, 1, 3. യെസ്, എ ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പം ഈ രൂപത്തിലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ പോവാം. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് കോറൽ ബ്ലീച്ചിങ്. ആദ്യം വരുന്നത് കോറൽസ് എക്സ്പെൽ ദെയർ സിംബയോട്ടിക് ആൽഗെ, പിന്നെ ഇൻക്രീസ് വാട്ടർ ടെമ്പറേച്ചർ, corals lose their color and become stressed, then reduced photosynthetic activity. Okay, reduced photosynthetic activity. So what's the correct order എന്താണ്? കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുന്നതിന്റെ കറക്റ്റ് ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്താണ്? ഏത് ഓർഡറിലാണ് കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുന്നത്? ഓക്കെ, ആദ്യം എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കിയാൽ മതി. ആദ്യം എന്തായിരിക്കും സംഭവിക്കാൻ? യെസ്, പൃഥ്വിരാജ് ഗിവ് ദി ആൻസർ ഫസ്റ്റ്. ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? യെസ്, രജിത, ഹരീഷ്മ, ഓക്കെ, പ്രണവ്. സോ എ ആൻഡ് സി രണ്ട് ആൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ആ ഒരു ഓർഡർ ഒന്ന് നോക്കാം, ഏതാണ് വരുന്നത് എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, രണ്ട് ഡാറ്റ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ രണ്ട് ഡാറ്റ കൺസിഡർ ചെയ്യാം. അത് ശരിയാണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ടൈം സേവ് ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ഇൻക്രീസ്ഡ് വാട്ടർ ടെമ്പറേച്ചർ, ഇതാണ് ഒന്നാമത്തെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രൂപത്തിൽ കോറൽസ് എക്സ്പെൽ ദെയർ സിംബയോട്ടിക് ആൽഗെ, കോറൽസ് എന്ത് ചെയ്യും, അവരുടെ സിംബയോട്ടിക് ആയിട്ടുള്ള ആൽഗയെ എക്സ്പെൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കോറൽസും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻ ആണ് കോറൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, സൂ പ്ലാങ്ക്ടൺസ് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ആൽഗൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസസ് ദ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, ഫോട്ടോസിന്തസിസ് കുറയുന്നതായിരിക്കും. അങ്ങനെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോറൽസ് ലൂസ് ദിയർ കളർ ആൻഡ് ബിക്കം സ്ട്രെസ്ഡ്. ഓക്കെ, കോറൽസിന് അവരുടെ കളേഴ്സ് നഷ്ടപ്പെടും. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, സോ ഇതാണ് ആൻസർ വരുന്നത്, 2, 1, 4, 3. ഓക്കെ, സോ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, യെസ്, ടെമ്പറേച്ചർ ആയിരിക്കണം ആദ്യം വരുന്നത്. ഓക്കെ, ആദ്യം ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുന്നതായിരിക്കും. ഓക്കെ, ആദ്യം ടെമ്പറേച്ചർ കൂടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്, കോറൽസ് എക്സ്പെല് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റെഡ്യൂസസ് ദ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഓർഡർ ഇവിടെ ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് ആ ഓർഡർ ഇങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓർഡർ നമ്പർ ഇവിടെ കൊടുത്തിട്ട് ആ ഓർഡർ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, സോ അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഈ കോറൽ ബ്ലീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കണ്ടീഷൻസിലാണ് കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ, പൊല്യൂഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബൽ വാർമിംഗ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതുപോലെ തന്നെ ഓയിൽ സ്പില്ല് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഓയിൽ ടാങ്കേഴ്സ് ഒക്കെ പൊട്ടിയിട്ട് കടലിലേക്കൊക്കെ ഓയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കോറൽ ബ്ലീച്ചിങ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴും കോറൽ ബ്ലീച്ചിങ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ സംടൈംസ് ചില സമയങ്ങളിൽ കോറൽസിന് ചിലപ്പോൾ രോഗം ബാധിക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് പുറത്തു നിന്ന് വരുന്ന ചില സ്പീഷീസ് രോഗങ്ങൾ അത് കോറൽസിനെ ബാധിക്കുന്ന സമയത്ത് അപ്പോഴും കോറൽ ബ്ലീച്ചിങ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ എല്ലാ സമയത്തും കോറൽ ബ്ലീച്ചിങ് സംഭവിക്കാറുണ്ട്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, ഇനി മറ്റൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്, which are the major objectives of the Kyoto Protocol? അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ള എഗ്രിമെന്റ്സ്, പ്രോട്ടോകോൾസ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ചോദ്യം ഇതാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ടു അച്ചീവ് സ്റ്റെബിലൈസേഷൻ ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ. അടുത്തത് ടു കൺട്രോൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. അടുത്തത് ടു റെഡ്യൂസ് ഓസോൺ ഡിപ്ലീഷൻ. അടുത്തത് ടു എൻഷുർ ദാറ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഇസ് നോട്ട് ത്രെട്ടൻഡ്. ഓക്കെ, നോട്ട് ത്രെട്ടൻഡ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സോ വാട്ട്സ് ദി ആൻസർ? ഓൾറെഡി ചോദിച്ചിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, സോ ഇതിൽ ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക? Which are the major objectives of the Kyoto Protocol? Yes, Swati, give the answer first. Okay, yeah, ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? വാട്ട്സ് ദ ആൻസർ? യെസ്, B, C, ഡിഫറെന്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. സുനിത സീസ് A, വിപിൻ B. യെസ്, ഓക്കെ, സോ ഹിയർ ദ ആൻസർ എന്ന് പറയുന്നത് B ആണ്.
ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള ആദ്യത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു എഗ്രിമെന്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോകോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗ്രീൻ ഹൗസ് ഗ്യാസിനെയും അതുപോലെ തന്നെ ഓർഗാനിക് പൊല്യൂട്ടൻസിനെയും അതുപോലെ തന്നെ ഓസോൺ ഡിപ്ലീഷൻസിനെയും എല്ലാത്തിനെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെന്റ് അങ്ങനെയില്ല. ഒരു എഗ്രിമെന്റ് ഒരു വിഷയത്തിനെ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ദെൻ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ്, ഇതിനെ സംബന്ധിച്ച് വരുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ്. ഓക്കെ, ദെൻ ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. അപ്പം ഓരോ വിഷയത്തിന് അഡ്രസ് ചെയ്യാൻ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഒരു എഗ്രിമെന്റ് ഒന്നിൽ കൂടുതൽ വിഷയങ്ങളെ അഡ്രസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അത് ഒന്നാമത് മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യില്ല, 1, 2, 3 ഇത് ഒരുമിച്ച് വരില്ല. 1ഉം 2ഉം 3ഉം ഒരുമിച്ച് വരില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സി നിങ്ങൾക്ക് ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും 1, 4 നിങ്ങൾ നോക്കുക, ബാക്കി എല്ലാ ഓപ്ഷൻസും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 3, 4, 1, 4, 2, 4 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് അതാണ്, കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരില്ല. ഓക്കെ, യെസ്, ഓപ്ഷൻ 4 കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണെങ്കിലും ഓപ്ഷൻ 4 ബൈ ഡിഫോൾട്ട് ശരിയാണ്. ഇപ്പം ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ സറൗണ്ടിങ്ങിൽ കൂടുകയാണെന്നുണ്ടെങ്കിലും ഗ്ലോബൽ വാർമിംഗ് കൂടുകയാണെന്നുണ്ടെങ്കിലും എന്ത് നെഗറ്റീവ് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഫുഡ് പ്രൊഡക്ഷൻ ഇമ്പാക്റ്റഡ് ആവും. കാരണം നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയും. ഓക്കെ, അതായത് മരങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. മരങ്ങളായാലും ക്രോപ്പ് ആയാലും വെരി സെൻസിറ്റീവ് ആണ്. സൺലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വരൾച്ച വരും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടും, വാർമിംഗ് കൂടും. ഗ്ലോബൽ ഹൗസ് വാർമിംഗ് എന്ത് ചെയ്യും, അതിന് കാരണമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ഗ്ലോബൽ ഹൗസ് വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാർമിംഗ് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഡ്രൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡ്രൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 4ലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ 1 and 4 എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ബി ആണ്. ഓക്കെ, സോ ആൻസർ ബി ആണ്. ദെൻ അടുത്തത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ഇനി നമ്മൾ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഏരിയാസിലേക്ക് വരികയാണ്. പ്രധാനമായിട്ട് വരുന്നത് NGT തന്നെയാണ് പ്രധാനമായിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മറ്റു ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. ഓക്കെ, സോ ആദ്യം വരുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ്. സോ ഇവിടെ വിത്ത് റെഫറൻസ് ടു ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തത്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട്. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ടിന് അണ്ടറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് India was the first developing country in the world to establish such a specialized environmental tribunal. ഓക്കെ, അങ്ങനെ ഒരു എൻവയോൺമെന്റൽ ട്രൈബ്യൂണലിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. ബിഫോർ ഇന്ത്യ ഓൺലി ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ഹാഡ് സച്ച് സ്പെഷ്യലൈസ്ഡ് ട്രൈബ്യൂണൽ. ഓക്കെ, ഡാനിഷ്, രജിത, അബിഗേൽ, പ്രണവ്. ഓക്കെ, ഡിഫറെന്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഡി ആൻഡ് സി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സൻവി, യെസ്, ഡി ആൻസർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂസിംഗ് ആവാനുള്ള ഒരു കാരണം രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇന്ത്യ വാസ് ദ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ പിന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ബിഫോർ ഇന്ത്യ ഓൺലി ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ഹാഡ് സച്ച് സ്പെഷ്യലൈസ്ഡ് ട്രൈബ്യൂണൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഓൺലി ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ അത് എന്ത് ചെയ്യരുത്, എക്സ്ട്രീം വേർഡ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, ഓൺലി എന്ന് പറയുന്ന സമയത്ത് ഒന്നിനെ മാത്രമായിട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് എക്സ്ട്രീം ആയിട്ട് എടുക്കാം. പക്ഷെ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഓൺലി ആണ്. അതുകൊണ്ട് ഈ ഓൺലി നിങ്ങൾ എലിമിനേറ്റ് ചെയ്യരുത്. ഇന്ത്യക്ക് മുമ്പായിട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് ഓസ്ട്രേലിയ, രണ്ടാമത്തത് ന്യൂസിലാൻഡ് ആണ്. പക്ഷെ ഈ 2 രാജ്യങ്ങളും ഡെവലപ്ഡ് നേഷൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നത് ഇന്ത്യ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഇനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2010 തന്നെയാണ്, 2010 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്, കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ആ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ചെയർമാൻ ആണ്.
ഓക്കെ, ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ വരുന്നുണ്ട്. അപ്പൊ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കും. ഓക്കെ, റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കും. അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സെർവിംഗ് ഫോർ 5 years or until the age of 70. ഓക്കെ, അപ്പൊ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഹി ഈസ് എ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. രണ്ട് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ഇനി അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അദ്ദേഹത്തിന്റെ ടേം അല്ലെങ്കിൽ ടെനർ എത്ര കാലഘട്ടമാണ്, അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷമാണ് കാലാവധി. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക, 5 വർഷമാണ് കാലാവധി. അണ്ടിൽ ദ ഏജ് ഓഫ് 70 years അല്ലെങ്കിൽ 70 വയസ്സ് വരെ. ദെൻ ഇതില് പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് വരുന്നുണ്ട്. ജുഡീഷ്യൽ മെമ്പേഴ്സും വരുന്നുണ്ട്, എക്സ്പേർട്ട് മെമ്പേഴ്സും വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ജുഡീഷ്യൽ മെമ്പർ ബോഡി അല്ല. ഒരു കംപ്ലീറ്റ് ജുഡീഷ്യൽ മെമ്പർ ബോഡി അല്ല. ഓക്കെ, ഒരു കംപ്ലീറ്റ് ജുഡീഷ്യൽ മെമ്പർ ബോഡി അല്ല നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇതിലെ ജുഡീഷ്യൽ മെമ്പേഴ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജുഡീഷ്യൽ മെമ്പേഴ്സ് ബിറ്റ്വീൻ 10 to 20 ഫോർമർ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ജഡ്ജസ്. 10 മുതൽ 20 വരെ, അതിന്റെ സ്ട്രെങ്ത് ആണ് പറയുന്നത്. 10 ആവാം, 11 ആവാം, 12 ആവാം, അങ്ങനെ മാക്സിമം 20 മെമ്പേഴ്സ് വരെ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ആ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഫോർമർ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ജഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ചെയർമാൻ ആരായിരിക്കണം? ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം. മെമ്പേഴ്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ഫോർമർ ആയിട്ടുള്ള ജഡ്ജസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജ് ആയാലും മതി. മെമ്പേഴ്സിന്റെ കേസിൽ എന്ത് വരുന്നില്ല? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റേഷൻ വരുന്നില്ല. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ഒരു ജഡ്ജ് ആയാലും ഓക്കെയാണ്. അടുത്തത് എക്സ്പേർട്ട് മെമ്പേഴ്സ്. ഓക്കെ, യെസ്, ഒരു നമുക്കൊരു ക്വാസി ജുഡീഷ്യൽ എന്ന് പറയേണ്ട ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സമയത്ത് അത് ആക്ച്വലി ജുഡീഷ്യൽ ബോഡി തന്നെയാണ്. ഓക്കെ, ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ബോഡി തന്നെയാണ്. ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുന്ന സമയത്ത് ജുഡീഷ്യൽ അല്ലാത്ത ഒരു ബോഡി ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിനെ ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് NGT എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ബോഡി തന്നെയാണ്, അവർ വേർഡിക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. സോ എക്സ്പേർട്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് 10 to 20 മെമ്പേഴ്സ്. 10 മുതൽ 20 മെമ്പേഴ്സ് വരെ ഈ പറയുന്ന പോലെ എക്സ്പേർട്ട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവർ ഡിഫറെന്റ് ഏരിയാസിൽ നിന്നായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, അതുപോലെ തന്നെ ഡിഫറെന്റ് ഏരിയയിൽ നിന്നായിരിക്കും. പക്ഷെ അവർക്ക് ഇനഫ് എൻവറോൺമെന്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എൻവറോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ട് അറിവും ധാരണയുമുള്ള ആൾക്കാരായിരിക്കണം എക്സ്പേർട്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എക്സ്പേർട്ട് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, എക്സ്പേർട്ട് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കാലാവധി അല്ലെങ്കിൽ അവരുടെ ഏജ് എന്ന് പറയുന്നത് 5 years or until 65 years ആണ്. ഓക്കെ, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. എന്നാൽ ചെയർപേഴ്സന്റെ വരുന്ന സമയത്ത് 70 വയസ്സ് വരെയായിരുന്നു. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ജുഡീഷ്യൽ മെമ്പേഴ്സിന്റെ കാലാവധി എങ്ങനെയാണെന്നുള്ളത്. ജുഡീഷ്യൽ മെമ്പേഴ്സിന് രണ്ട് ടൈപ്പ് കാലാവധി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടു ഹൈക്കോർട്ട് ജഡ്ജസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഹൈക്കോർട്ട് ജഡ്ജസ് ആണെങ്കിൽ അവർക്ക് 67 വയസ്സ് വരെയാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 70 വയസ്സ് വരെയാണ്. ഓക്കെ, അപ്പൊ ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ സംബന്ധിച്ചിട്ട് ഓരോരുത്തർക്കും ഡിഫറെന്റ് ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതൊന്ന് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. ഈ ചോദ്യം ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം ആക്ടിലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് വിധി പറയാൻ പറ്റുക അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷൻ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, then എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, then വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. Okay, Swati already gave the answer. Yes, Jod, Prithviraj. Okay. Okay, only seems like too extreme.
ഓക്കെ, സോ ആദ്യം അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓൺലി എന്ന് പറയുന്നത് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഓൺലി ആണ്, അതൊരിക്കലും എന്ത് ചെയ്യരുത്, എക്സ്ട്രീം ആയിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, യെസ് വിപിൻ, എ ബി ഡി ഡിഫറെന്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതില് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് ഏതെല്ലാം ആക്ടുകളുടെ മുകളിലാണ് ജുറിസ്ഡിക്ഷൻ വരുന്നത് എന്നത് പഠിക്കേണ്ട, വരാത്തത് ഏതാന്നുള്ളത് പഠിക്കാം. ഓക്കെ, അങ്ങനെ വരാത്ത രണ്ട് ആക്ടുകൾ വരുന്നുണ്ട്. ഒന്ന് ഫോറസ്റ്റ് ആക്ട് 1927. 1927ന്റെ മുകളിൽ എന്ത് വരുന്നില്ല, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് അധികാരം ഇല്ല. ഫോറസ്റ്റ് ആക്ട് 1927. അടുത്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ രണ്ട് ആക്ടുകൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് വിധി പറയാൻ സാധിക്കുകയില്ല. ബാക്കി എല്ലാ ഒരുവിധ വൈൽഡ് ലൈഫ് ആക്ടുകളും ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട ആക്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ വരാത്ത രണ്ടെണ്ണം പഠിക്കുക. ഒന്ന് 27 മറ്റത് 72. അപ്പൊ അത് പഠിക്കാൻ കുറെ കൂടെ എളുപ്പമായല്ലോ. ഒന്ന് 27, അടുത്തത് 72. അത് രണ്ടും NGT പരിധിയിൽ വരുന്നില്ല. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. സോ ദ ആൻസർ ഇസ് എ. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അതിന് വിധി പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആക്ടുകൾ ഇത്രയാണ്. ആദ്യം വരുന്നത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, വാട്ടർ ആക്ട് 1974 എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ എയർ ആക്ട് 1981, എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ട് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. ഓക്കെ, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 വരുന്നുണ്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 വരുന്നുണ്ട്, ദെൻ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991 വരുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ സാധാരണ ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്, കാരണം ബാക്കിയൊക്കെ എൻവിറോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ എൻവിറോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് ഒറ്റയടിക്ക് ഫസ്റ്റ് റീഡിംഗിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ പറയുന്നതാണ്, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. ഇത് മാത്രമാണ് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷെ അതും ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓക്കെ, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 27, 72. ഓക്കെ, 1927, 1972. ഓക്കെ, 1927 ഫോറസ്റ്റ് ആക്ടും 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും ഇത് ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവില്ല. ബാക്കിയുള്ള ഈ ആക്ടുകളൊന്നും പഠിക്കാൻ പോകണ്ട, ലാസ്റ്റ് മിനിറ്റ് ആണ്. അതൊക്കെ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. ഈ 3 കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. ദെൻ അടുത്തത്, ഇനി ചില ഇന്റർനാഷണൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില കൺവെൻഷൻസ്, എഗ്രിമെന്റ്സ്, പ്രോട്ടോകോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നോക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ ഏരിയയും എടുത്തിട്ട് അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്. സോ റാംസർ കൺവെൻഷൻ. വിത്ത് റെഫറൻസ് ടു റാംസർ കൺവെൻഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി ഫോർ ദി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ്. Then അടുത്തത്, it was signed in Ramsar, Iran in 1971 and came into force in 1975. Then അടുത്തത്, the 3rd of March each year is observed as World Wetland Day. So Anish already gave the answer. Okay, Swati says D. Yeah, ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? ഡാനിഷ് യെസ്, ഡി, ബി, ഡിഫറെന്റ് ആൻസർ വരുന്നുണ്ട്. ഓക്കെ, പ്രണവ് സൈസ് ഡി. യാ, നമുക്ക് എന്തായാലും നോക്കാം ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, റാംസർ കൺവെൻഷൻ. രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ വരുന്ന വെറ്റ്ലാൻഡ്സിന്റെ പേരുകൾ കീപ്പ് ചെയ്യുന്ന ഒരു റെക്കോർഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മോൺട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. ആ റെക്കോർഡിന്റെ പേരും കൂടെ ഓർത്ത് വെക്കുക. റാംസർ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെറ്റ്ലാൻഡ്സിന്റെ ഒക്കെ പേരുകൾ കീപ്പ് ചെയ്യുന്നതാണ് മോൺട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. ഓക്കെ, ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ കറന്റ് എത്ര വെറ്റ്ലാൻഡ്സ് ഉണ്ട്? റാംസർ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള എത്ര വെറ്റ്ലാൻഡ്സ് ഉണ്ട്? റാംസർ കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള എത്ര വെറ്റ്ലാൻഡ്സ് ഇന്ത്യയിലുണ്ട്? അതൊന്ന് പറയാം, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, യെസ്. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി ഫോർ ദി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ദി വെറ്റ്ലാൻഡ്. അടുത്തത്, ഇറ്റ് വാസ് സൈൻഡ് ഇൻ റാംസർ, ഇറാൻ ഇൻ 1971 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1975. ഇതും ശരിയാണ്. ഈ റാംസർ എന്ന് പറയുന്ന സ്ഥലം ഒന്ന് ഓർത്ത് വെക്കുക. റാംസർ എന്ന് പറയുന്നത് ഇറാനിലാണ്. ഓക്കെ, യെസ്, 91 ഇസ് ദി ആൻസർ. 91 റാംസർ സൈറ്റുകൾ ഇന്ത്യയിലുണ്ട്. ദെൻ ഇവിടെ 3rd March അല്ല, ഇറ്റ് ഇസ് 2nd February ആണ്. ഓക്കെ, 2nd February, 2ാം മാസം 2ാം ദിവസം.
ഓക്കെ, 2-ാം മാസം 2-ാം ദിവസമാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, യെസ്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ആൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം വേൾഡ് വെറ്റ്ലാൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 2 ആണ്. ഇനി റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ വരുന്ന വെറ്റ്ലാൻഡ്സിന് അവരുടെ പേര് സൂക്ഷിക്കുന്നതാണ് മോൺട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, ഓർത്ത് വെക്കുക. ദെൻ 2025 വെറ്റ്ലാൻഡ്സിന്റെ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഓക്കെ, പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് 2025 തീം എന്ന് പറയുന്നത്. 2025 തീം എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അടുത്തത് 2024 തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്ന് പറയുന്നതാണ്. വെറ്റ്ലാൻഡ് ഡേക്ക് ഓരോ വെറ്റ്ലാൻഡ് ഡേക്കും ഓരോ ഇയറിലും ഒരു തീം ഉണ്ടാവാറുണ്ട്. അതിൽ 2025 തീമാണ് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ദെൻ 2024 തീമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട മറ്റൊന്നാണ് കൈച്ചൻ ആൻഡ് മേനാർ. ഓക്കെ, കൈച്ചൻ ആൻഡ് മേനാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള 2 റാംസാർ സൈറ്റുകളാണ് രാജസ്ഥാനിൽ നിന്ന്. ഓക്കെ, രാജസ്ഥാനിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 സൈറ്റുകളാണ്. ദെൻ വേൾഡ് എൻവറോൺമെന്റ് 2025 റേസിംഗ് ഇന്ത്യസ് ടോട്ടൽ കൗണ്ട് ടു 91. ഇന്ത്യയിൽ ഇപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണം 91 ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ വീണ്ടും മാറാട്ടോ, ഓരോ വർഷവും ഇത് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ നമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then to be designated a wetland of international importance, a wetland must meet at least one of 9 criteria established by the Ramsar Convention on Wetland. അപ്പോൾ ഒരു വെറ്റ്ലാൻഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 9 ക്രൈറ്റീരിയാസ് റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ ആ ഒരു വെറ്റ്ലാൻഡിന് നമുക്ക് റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ വരുന്ന വെറ്റ്ലാൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ടോട്ടൽ ആയിട്ട് വരുന്ന 9 ക്രൈറ്റീരിയസിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒന്നെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്റർനാഷണൽ വെറ്റ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റാംസർ വെറ്റ്ലാൻഡ് ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദർ ഇസ് എ സ്മോൾ റിക്വസ്റ്റ്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ഓക്കെ, അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതൊന്ന് ഹൈപ്പ് ചെയ്യാം. ഓക്കെ, ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈപ്പ് ചെയ്യാം. ആൻഡ് പ്ലീസ് ലൈക്ക്. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമന്റ്സും കൂടെ ഒന്ന് അറിയിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്തണം, അടുത്തത് ഏത് സെഷൻ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, യെസ്. ആൻഡ് വൺ മോർ തിങ്, ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാണ്. ഇപ്പൊ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന് നമുക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സസോ കാര്യങ്ങളൊന്നും റെഗുലർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്നാൽ ആ ഒരു കാര്യം ഇനി ഉണ്ടാകുന്നതായിരിക്കില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നതായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന എക്സാംസ് ആണ്. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഈ പറയുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് പ്ലസ് മെയിൻസ്. ഓക്കെ, ലൈക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു ബാച്ച് എന്നുള്ള പേരിൽ അങ്ങനെ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിലിംസ് പ്ലസ് മെയിൻസ് ക്ലാസ്സസ്. ഓക്കെ, ഒരു ബാച്ച് എന്നുള്ള ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല. നമ്മളൊരു ബാച്ച് ആയിട്ട് ലൈക്ക് ഒരു ക്ലാസ് ആയിട്ട് യൂട്യൂബിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അറിയിക്കണം. അത് കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർ ആയിട്ട് ഒരു സിലബസ്, ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, സോ അങ്ങനെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ക്ലാസ്സുകൾ ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകും. യെസ്, നൗ കമ്മിങ് ടു ദിസ്. ദെൻ ടു ബി ഡെസിഗ്നേറ്റഡ് എ വെറ്റ്ലാൻഡ്, ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ആ ക്രൈറ്റീരിയാസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്രൈറ്റീരിയ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് 9 ക്രൈറ്റീരിയ. അത് ഒരു തവണയെങ്കിലും ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വരുന്നതാണ്, ഇറ്റ് കണ്ടെയ്ൻസ് എ റെപ്രസെന്റേറ്റീവ് റെയർ ഓർ യുണീക് എക്സാമ്പിൾ ഓഫ് എ നാച്ചുറൽ ഓർ നിയർ നാച്ചുറൽ വെറ്റ്ലാൻഡ് ടൈപ്പ് ഫൗണ്ട് വിത്തിൻ ദി അപ്രോപ്രിയേറ്റ് ബയോജിയോഗ്രഫിക് റീജിയൻ. ഓക്കെ, ബയോജിയോഗ്രഫിക് റീജിയൻ. അപ്പൊ ഇത് നാച്ചുറൽ വെറ്റ്ലാൻഡ്സ് മാത്രമല്ല, മാൻമെയ്ഡ് വെറ്റ്ലാൻഡ്സും നമ്മൾ റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നിയർ നാച്ചുറൽ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ടെന്നോ നമ്മൾ നിർമ്മിച്ചതായിരിക്കും, പക്ഷേ ഓവർ ദ ടൈം അതൊരു നാച്ചുറൽ വെറ്റ്ലാൻഡിന്റെ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാമ്പാർ ലേക്ക്. ഓക്കെ, സാമ്പാർ ലേക്ക്. അപ്പൊ അതെന്താണ്, ഒരു നിയർ നാച്ചുറൽ വെറ്റ്ലാൻഡ് ആണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ്. അതൊന്ന് ഓർത്ത് വെക്കുക.
ഓക്കെ, ഇതിനടുത്തത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റയർ ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള മത്സ്യങ്ങൾ, റയർ ആയിട്ടുള്ള ബേർഡ്സ്, ഇതിനൊക്കെ ഒരു ഷെൽട്ടർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കണ്ടീഷൻ ആയിരിക്കും റാംസർ സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then രണ്ടാമത്തെ കണ്ടീഷനാണ് ഇഫ് ഇറ്റ് സപ്പോർട്ട് വൾണറബിൾ, എൻഡേഞ്ചേർഡ് ഓർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓർ ത്രെട്ടൻഡ് എക്കോളജിക്കൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സ്പീഷീസിനെയോ അതല്ലെങ്കിൽ ത്രെട്ടൻഡ് ആയിട്ടുള്ള എക്കോളജിക്കലി ഡിപെൻഡന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ഇപ്പൊ നമുക്കറിയാം പല കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ ഗ്രൂപ്പുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ആൾക്കാരും വെറ്റ്ലാൻഡ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയോ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ക്രൈറ്റീരിയ ആണ്. ദെൻ അടുത്തതാണ് it is supported or it supports population of plant or animal species important for maintaining the biological diversity of a particular biogeographic region. ഒരു പെർട്ടിക്കുലർ ബയോജിയോഗ്രഫിക് റീജിയനിലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, റാംസർ സൈറ്റിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതാണ് ഇഫ് ഇറ്റ് ഇസ് സപ്പോർട്ട്സ് പ്ലാന്റ്സ് ഓർ ആനിമൽ സ്പീഷീസ് അറ്റ് എ ക്രിട്ടിക്കൽ സ്റ്റേജ് ഇൻ ദിയർ ലൈഫ് സൈക്കിൾ. ഓക്കെ, ത്രൂ ഔട്ട് ലൈഫ് സപ്പോർട്ട് ചെയ്യാമെന്നല്ല, ഒരു ക്രിട്ടിക്കൽ ലൈഫ് സൈക്കിളിൽ അത് സപ്പോർട്ട് ചെയ്താലും മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിലും ഇത് ഇതിന്റെ പരിധിയിലേക്ക് വരുന്നതാണ്. ഓർ പ്രൊവൈഡ് റെഫ്യൂജി ഡ്യൂറിങ് അഡ്വേഴ്സ് കണ്ടീഷൻ. ഓക്കെ, ഒക്കെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്ലാന്റിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ലൈഫ് സൈക്കിളിൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ആനിമൽസിനെ ഒരു ലൈഫ് സൈക്കിളിൽ എപ്പോഴെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയത്ത് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഷെൽട്ടർ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പുലിക്കട്ട് ലേക്ക്. ഓക്കെ, അതുപോലെ ലൈക്ക് ഇപ്പൊ ഫ്ലമിംഗോസ് അവരെന്ത് ചെയ്യാറുണ്ട്, പല സമയത്ത് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് ഫ്ലമിംഗോസിന് പല സമയത്തും എന്ത് ചെയ്യാറുള്ളത്, വെറ്റ്ലാൻഡ്സ് ഷെൽട്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുള്ളത്. അപ്പൊ ത്രൂ ഔട്ട് ദ ഇയറിൽ എന്ത് ചെയ്യാറില്ല, അവിടെ ഷെൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യാറില്ല. അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമാണ് എന്ത് ചെയ്യാറുള്ളത്, അതൊരു ഷെൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. റെഫ്യൂജി ഡ്യൂറിങ് അഡ്വേഴ്സ് കണ്ടീഷൻ. ഓക്കെ, ആ അഡ്വേഴ്സ് കണ്ടീഷനിൽ ഒരു റെഫ്യൂജി അല്ലെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും റാംസർ സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അടുത്തത് ഇഫ് ഇറ്റ്സ് റെഗുലർലി സപ്പോർട്ട് 20,000 ഓർ മോർ വാട്ടർ ബേർഡ്സ്. ഓക്കെ, വാട്ടർ ബേർഡ്സ് എന്നാണ് പറഞ്ഞത്, സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, 20,000 ഓർ മോർ വാട്ടർ ബേർഡ്സ്, അത് ഡിഫറെന്റ് സ്പീഷീസ് ആയിക്കോട്ടെ സെയിം സ്പീഷീസ് ആയിക്കോട്ടെ, അവിടെ പറയുന്നില്ല. 20,000 വാട്ടർ ബേർഡ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 20,000 ഫ്ലമിംഗോസ് ആണെങ്കിൽ അത് മതി. ഓക്കെ, ഇനിയിപ്പോ 20,000 ഡിഫറെന്റ് സ്പീഷീസ് ആണെങ്കിൽ അതും ഓക്കെയാണ്. അടുത്തത് ഇഫ് ഇറ്റ് റെഗുലർലി സപ്പോർട്ട് 1% ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ഓഫ് വൺ സ്പീഷീസ് ഓർ സബ് സ്പീഷീസ് ഓഫ് വാട്ടർ ബേർഡ്സ്. ഓക്കെ, ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു സബ് സ്പീഷീസിൽ വരുന്ന ഒരു വാട്ടർ ബേർഡിന്റെ 1% പോപ്പുലേഷൻ, അതായത് ലോകത്തൊട്ടാകെ 100 ബേർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ബേർഡ് ഈ ഒരു വെറ്റ്ലാൻഡിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഈ വെറ്റ്ലാൻഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമ്പോർട്ടന്റ് റാംസർ സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ഇഫ് ഇറ്റ് സപ്പോർട്ട് എ സിഗ്നിഫിക്കന്റ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിജിനസ് ഫിഷ് സ്പീഷീസ്. ഓക്കെ, ഇനി പറയുന്നത് ഫിഷിനെ കുറിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അതിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ടോ ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും റാംസർ സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്ന കണ്ടീഷൻസ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കണ്ടീഷൻസ് വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ്, അത് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വിയന്ന കൺവെൻഷൻ. വിയന്ന കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വിയന്ന കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. Then it is a multilateral environmental agreement adopted in 1985. Then it directly imposed a legally binding limit on the production of the ozone depleting substances. Then it provided a framework for international cooperation to protect the ozone layer. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? So which is the correct answer? Okay, so Adi give the answer. ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? വാട്ട് ഇസ് ദി ആൻസർ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിയന്ന കൺവെൻഷനെ കുറിച്ചുള്ളതാണ്. എനിക്കറിയാം ഈ ഒരു അഗ്രിമെന്റ് ഏരിയ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അഗ്രിമെന്റ്സിന്റെയും അതുപോലെ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഏരിയയുടെയും ഒരു സെഷൻസും കൂടെ എക്സാമിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, യെസ്, ഡി കൺഫ്യൂസിങ് എല്ലാം തോന്നുന്നു. ഓക്കെ, ജോർഡ്, രജിത, യെസ്. സോ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
അതായത് ഇറ്റ് ഡയറക്ട്ലി ഇമ്പോസ്ഡ് ലീഗലി ബൈൻഡിങ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, ഇത് ഡയറക്ട്ലി ഇമ്പോസ് ചെയ്യുന്നുണ്ടോ എന്നത് ഒരു പ്രശ്നമാണ്. അത് ഡയറക്ട്ലി ഇമ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ, ഡയറക്ട്ലി ഒരു ലിമിറ്റ് ഇമ്പോസ് ചെയ്യുന്നില്ല, അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം എന്ന് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ വരുന്ന സമയത്ത് അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അതിന്റെ ലിമിറ്റ് എത്രയാണെന്നുള്ളത് ഓരോ രാജ്യങ്ങൾക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ലിമിറ്റ് ആണ്, ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു ലിമിറ്റ് ആണ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ലിമിറ്റ് ആണ്. അത് ലിമിറ്റ് എന്നതിനേക്കാൾ കൂടുതൽ ടാർഗറ്റഡ് ഇയർ ആണ്. ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഫ്ലൂറോ വരുന്ന കാർബൺസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ രൂപത്തിലാണ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ട്ലി ഇമ്പോസിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഡയറക്ട്ലി അത് എന്ത് ചെയ്യുന്നില്ല. അതിനെ ലിമിറ്റ് ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആൻസർ 1 and 3 ആണ്. സോ ദ ആൻസർ ഇസ് സി. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ആൻസർ സി ആണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. സോ ഇങ്ങനത്തെ എന്തെങ്കിലും വേർഡുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് കുറെ കൂടെ ലീഗൽ ആയിട്ട് വരുന്നത്. വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, then Montreal Protocol. Consider the following statement about the Montreal Protocol 1989. Yes. So it seeks to cut both production and the consumption of the ozone depleting substance. Then it aimed to phase out hydrofluorocarbons by 2030. It is the only UN protocol that has universal ratification. It has successfully phased out over 95% of the ozone depleting substances since its inception. ഓക്കെ, ഇൻസെപ്ഷൻ അതിന്റെ ആ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് മുതൽ ഓൾമോസ്റ്റ് 95% നമ്മൾ എലിമിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, ഫേസ് ഔട്ട് ചെയ്തു. യെസ്, വാട്ട് ഇസ് ദി ആൻസർ? റോസ്മേരി, ഓക്കെ. പ്രണവ്, പൃഥ്വിരാജ്, ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂസിംഗ് ഉണ്ടായിരിക്കും. ഇവിടെ ഈ ഒരു ഓൺലി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പലരും എന്ത് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ആൻസറിലേക്ക് അല്ലെങ്കിൽ ഓപ്ഷൻസിലേക്ക് പോകുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ ഓൺലി നമുക്ക് തെറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ചില ഓൺലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ, ചില ഓൺലി എന്ത് ചെയ്യാണ്, അത് ശരിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓൺലി ശരിയാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു യൂണിവേഴ്സലി നമ്മളെ എല്ലാ രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്തതായിട്ട് വരുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ, അതിനർത്ഥം എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്തു എന്നല്ല. ഓക്കെ, ഓൾമോസ്റ്റ് 197ഓളം രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇത് ശരിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓൺലി ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ശരിയായിട്ട് വരുന്നുണ്ട്. Then it was successfully phased out over 95% of the ozone depleting substance. അതും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ഹോളൊക്കെ പതുക്കെ അടഞ്ഞു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അല്ല, അത് ഒരു ഏകദേശം ആണ് പറയുന്നത്. അതായത് നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള എൻവിറോൺമെന്റൽ ലെജിസ്ലേഷനിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. അപ്പൊ അതൊരു എക്സംഷൻ ആണ്. ആ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് തന്നെ എക്സംഷൻ ആണ്. ഒന്ന്, നിയർ യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ, എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു. അങ്ങനെ സാധാരണ എന്ത് ചെയ്യാറില്ല, ഒരു അഗ്രിമെന്റ് ആൾക്കാർ ചെയ്യാറില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന ഓസോൺ ഡിപ്ലേറ്റിംഗ് സബ്സ്റ്റൻസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓസോൺ ഡിപ്ലീഷൻ പണ്ടൊക്കെ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്തല്ല ഒരു പ്രശ്നമല്ല. കാരണം ഓസോൺ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു റിക്കവറി ഫേസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. അപ്പൊ ഓസോണിന്റെ കേസിൽ അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ കേസിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കോ എന്ന് കരുതിയിട്ടാണ് ഈ എക്സ്ട്രീംസും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. പക്ഷെ അത് എക്സ്ട്രീം അല്ല, മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചിട്ട് അത് സത്യമാണ്. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെന്റൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. സോ ദ ആൻസർ ഇസ് ഡി ആണ്. ഓക്കെ, 1, 2, 3, 4. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ അവിടെ ഇവിടെ 1-2 ക്വസ്റ്റ്യൻസിലൊക്കെ തെറ്റ് വരാറുണ്ട്. മാക്സിമം തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ഇൻ കേസ് എപ്പോഴെങ്കിലും തെറ്റുകൾ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇമ്മീഡിയറ്റ്ലി ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള കറക്ഷൻ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഞാനൊരു ഹ്യൂമൻ ആണ്, എറർ വരാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഒക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ക്ലാരിറ്റിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, യെസ്. then അടുത്തത് ബേസൽ കൺവെൻഷൻ. ബേസൽ കൺവെൻഷൻ, അപ്പൊ ഇവിടെ വരുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ബേസൽ കൺവെൻഷൻ. ഒന്നാമത്തത്, ഇറ്റ് എയിം ടു പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ് ബൈ controlling and regulating the disposal of the hazardous and other waste.
അടുത്തത് it came into force in 1992 under the United Nations Environmental Program. Then its secretariat is located in Geneva, Switzerland. It applies the prior informed consent procedure to regulate transboundary movement of the hazardous waste. Okay, ഇതൊന്ന് ശ്രദ്ധിക്കുക. പ്രിയർ ഇൻഫോംഡ് കൺസെന്റ്, അത് ബേസൽ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ അത് മാത്രം ചോദിക്കാം. പ്രിയർ ഇൻഫോംഡ് കൺസെന്റ് ഏത് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് അത് ബേസൽ കൺവെൻഷനാണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്, സുമ സന്തോഷ് സൈസ് ഡി. ഓക്കെ, വാട്ട് ഇസ് ദി ആൻസർ? ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ബേസൽ കൺവെൻഷൻ. യെസ്, അനീഷ് ലാൽ സൈസ് എ. ഓക്കെ, ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? യെസ്, സി ആൻസർ പറയുന്നുണ്ട്. യെസ്, സി, എ, സി, സി. ഓക്കെ, സോ എന്താണ് കൂടുതൽ ആൾക്കാരും സി എടുക്കാനുള്ള കാരണം? ഞാൻ ഈ പ്രിയർ ഇൻഫോംഡ് കൺസെന്റ് എന്നത് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണോ? പ്രിയർ ഇൻഫോംഡ് കൺസെന്റ് ബേസൽ കൺവെൻഷന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, ബേസൽ കൺവെൻഷൻ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് പ്രിയർ ഇൻഫോംഡ് കൺസെന്റ്. ഓക്കെ, സോ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പ്രിയർ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് ബേസൽ കൺവെൻഷന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഹസാർഡസ് ആയിട്ടുള്ള വെയിറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിച്ചതിന് ശേഷം മാത്രം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ ചിലപ്പം സൂര്യയുടെ സിംഗം 3 എന്ന് പറയുന്ന മൂവി ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സിംഗം 3 അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഇ വേസ്റ്റ് അല്ലെങ്കിൽ മെഡി വേസ്റ്റ് അത് ബേസൽ നോം കൺവെൻഷന്റെ അണ്ടറിൽ കവേർഡ് ആണ്. അപ്പൊ ഇ വേസ്റ്റ് അല്ലെങ്കിൽ മെഡി വേസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമ്മതമില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ആ സിനിമയിൽ എന്താ ചെയ്യുന്നത്? ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമ്മതമില്ലാതെ മെഡി വേസ്റ്റും ഇ വേസ്റ്റും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അലൗഡ് അല്ല. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രിയർ ഇൻഫോംഡ് കൺസെന്റ് അല്ലെങ്കിൽ മുൻകൂർ സമ്മതം വാങ്ങിയിരിക്കണം. അതാണ് പ്രിയർ ഇൻഫോംഡ് കൺസെന്റ്. മുൻകൂട്ടി ആ രാജ്യത്തിനെ അറിയിച്ച് ആ രാജ്യത്തിന്റെ അടുത്ത് നിന്നുള്ള പെർമിഷൻ വാങ്ങണം. അപ്പൊ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. ഓക്കെ, ആ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഓക്കെ, സോ ദ ആൻസർ ഇസ് സി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റോട്ടർഡാം കൺവെൻഷൻ. ഓക്കെ, സോറി, റോട്ടർഡാം കൺവെൻഷൻ ആണ്. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോൾ ഇത് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, റോട്ടർഡാം കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഓൾറെഡി ചോദിച്ചതാണ്. ഗ്ലോബൽ ഗ്രീൻ ഹൗസ് വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പൊ ഈ ചോദ്യം റോട്ടർഡാം കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. It was adopted in 1998 in Rotterdam, Netherlands. Its primary aim is to promote shared responsibilities in the international trade of hazardous chemical. Then its secretariat is located in Geneva, Switzerland. It is directly ban the production of hazardous chemicals globally. Okay, what is the നൈറോബി HK ആണോ? ഏതിന്റെയാണ്? Yes, A. Yes, Malbro, Swadi. Yes, Atmaj, Harishma. Yes, Prithviraj. A is the right answer. Okay. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നില്ല? ഇറ്റ് ഡയറക്ട്ലി ഡസ് നോട്ട് ബാൻ ദ പ്രൊഡക്ഷൻ. ഓക്കെ, പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല? അത് ഡയറക്ട്ലി ബാൻ ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പല കെമിക്കൽസും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പല കെമിക്കൽസും ഹസാർഡസ് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, അതല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഒരു കെമിക്കലാണ്, ഹാർംഫുൾ ആണ്, പക്ഷെ നമുക്ക് അത് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്ന് പറയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും? പല കാരണങ്ങൾ കൊണ്ട് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിന്റെ യൂസേജ് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം. പ്രൊഡക്ഷൻ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറില്ല? ലിമിറ്റ് ചെയ്യാറില്ല. എക്സെപ്റ്റ് മോൺട്രിയൽ പ്രോട്ടോകോൾ, അതൊരു എൻറ്റയർ എക്സംഷൻ ആണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷൻ തന്നെ ഇല്ലാതാക്കാൻ പറയുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു അഗ്രിമെന്റിലും എന്ത് ചെയ്യുന്നില്ല? പ്രൊഡക്ഷനെ അങ്ങനെ ടച്ച് ചെയ്യുന്നില്ല. അതിന്റെ യൂസേജ് ആണ് എന്ത് ചെയ്യുന്നത്? റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ബാനിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ദി ഹസാർഡസ് കെമിക്കൽസ് ഗ്ലോബലി. ഇപ്പൊ ഹസാർഡസ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വേണേലും വരാം. ഫോർ എക്സാമ്പിൾ ഫ്യൂരിഡാൻ നമ്മൾ ഫെർട്ടിലൈസ് ലൈക്ക് പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം അത് ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കലാണ്.
അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു കെമിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഏത് കെമിക്കൽ എടുത്തു കഴിഞ്ഞാലും അത് ഹസാർഡസ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ഹസാർഡസ് ആണ്, ഏത് കെമിക്കൽ ആയാലും. അപ്പൊ അതുകൊണ്ട് ഡി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, എ ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബേസൽ കൺവെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റോട്ടർഡാം കൺവെൻഷൻ ആയിക്കോട്ടെ, രണ്ടിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്. രണ്ടും അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, സോ ഇത് ബേസൽ കൺവെൻഷൻ ആണ്, ഇത് റോട്ടർഡാം കൺവെൻഷൻ ആണ്. ഓക്കെ, സോ റോട്ടർഡാം കൺവെൻഷന്റെയും ബേസൽ കൺവെൻഷന്റെയും രണ്ടും സെക്രട്ടേറിയറ്റ് വരുന്നത് ജനീവ കൺവെൻഷൻ ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നമുക്ക് പ്രധാനമായിട്ടും 4 ചാനൽസ് വരുന്നുണ്ട്. ഈ 4 ചാനലുകളിലും ഈ കണ്ടന്റ്സ് വരുന്നതായിരിക്കും. ഓക്കെ, സോ 4 ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓരോ ചാനലിനും അതാത് റെസ്പെക്റ്റീവ് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, സോ അതാണ് ലൈക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള ഒരു എൻകറേജിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഈ സപ്പോർട്ടാണ്. അപ്പം ആ സപ്പോർട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഡു ദിസ് ഫോർ മീ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ ഒരു സെഷൻ എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇഫ് പോസിബിൾ ഞാനൊരു സെഷൻ ചിലപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന 10th ലെവൽ PSC എക്സാമിനേഷനിൽ ഇതിന് മാത്സിന്റെ ക്ലാസ്സുകളും കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വെരി ഫണ്ടമെന്റൽ. ഇപ്പൊ ഞാൻ ഈ സെഷൻ ഒക്കെ ഡിസ്കസ് ചെയ്ത പോലെ അത്ര ഒരു ഡെപ്തിലായിരിക്കില്ല, വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഇപ്പൊ പെർസെന്റേജ് ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ ഫണ്ടമെന്റൽ ലെവലിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ അങ്ങനെ ഓരോ കൺസെപ്റ്റ് ബിൽഡ് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ഇൻ കേസ് മാത്സിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി സൂൺ വിത്തിൻ 2 or 3 days ആ ഒരു കാര്യം കൂടെ അവൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവരി വൺ, സ്റ്റഡി വെൽ. ഓക്കെ, മാക്സിമം നന്നായിട്ട് പഠിക്കുക, മാക്സിമം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ട്, നന്നായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് എക്സാം ഒന്ന് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഈ ഒരു പോയിന്റിൽ പാടില്ല. അനാവശ്യമായിട്ടുള്ള ലൈക്ക് മോട്ടിവേഷൻസോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസോ രണ്ടും നിങ്ങൾ മൈൻഡിലേക്ക് എടുക്കരുത്. ഓക്കെ, അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ എടുക്കരുത്, അനാവശ്യമായിട്ടുള്ള ലൈക്ക് ടെൻഷൻ എടുക്കരുത്. ഈ മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ ഈ എക്സാം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പോകുന്ന രൂപത്തിലേക്ക് ചിലപ്പോൾ തെറ്റ് വരുത്താനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഒരു കാം മൈൻഡിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഏത് സമയത്തും നല്ലത്. ഓക്കെ, ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളും ഒഴിവാക്കുക. ഓക്കെ, പിന്നെ അതല്ലാതെ എക്സാം ഫെയിൽ ആവോ, ലൈക്ക് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ 2 പോസിബിലിറ്റികളും, ഒന്നെങ്കിൽ നമ്മൾ സക്സീഡ് ആവും അല്ലെങ്കിൽ ഫെയിൽ ആവും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കും. അത് ഇപ്പൊ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. ചിലപ്പോൾ പേപ്പർ നല്ല ടഫ് ആയിരിക്കും, നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ മറ്റുള്ളവർക്കും ടഫ് ആയിരിക്കും. ഇത് ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് പേപ്പർ ഈസി ആണെങ്കിൽ ഒറ്റയടിക്ക് വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ ആണ് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ ഓക്കെ, നല്ലത്. പക്ഷേ തെറ്റുകൾ വരുത്താതെ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കാൻ ആ സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ മറ്റുള്ളവർക്കും ഈസി ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതുകൊണ്ടായിരിക്കും ഈസി ആവുന്നത്. അങ്ങനെയാണെങ്കിൽ തികച്ചും നല്ല കാര്യം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്കിലേക്ക് എത്താൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. രണ്ടായാലും ഒരു ആത്മസംയമനത്തോട് കൂടിയിട്ട് മാത്രം എക്സാമിനേഷൻ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യും. ഓക്കെ, യെസ്, ദാറ്റ്സ് ദ റിക്വസ്റ്റ് ഫോർ യു ആൻഡ് ഒരു അഡ്വൈസ് ആയിട്ട് തരുന്നതാണ്.